കാണിക്കാൻ കഴിയും? അപ്പോൾ അത്ഭുതങ്ങൾ കാണിക്കലല്ല യഥാർത്ഥ ഒരു വലിയൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഖാമത്തിൻ്റെ മേൽ മാനവിയാവുന്ന കറാമത്ത്, അത് ഇസ്തിഖാമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി അവൻ ജീവിക്കുക. അങ്ങനത്തെ മഹാന്മാർ സ്ഥാപിച്ചതാണ് ഈ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിനൊക്കെ 10-15ഓളം പോഷക സംഘടനകളുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മുടെ SYS, SMF, SKSF എന്നൊക്കെ പറയുന്നത്, വിദ്യാഭ്യാസ ബോർഡ്, ജമിയത്തുൽ മുഅല്ലിമീൻ, അങ്ങനെ പലതും, അങ്ങനെ 15ഓളം. ഈ ഓരോ പോഷക സംഘടനകൾക്കും കുറേ പോഷക സംഘടനകൾ വേറെയും. അപ്പം എത്രമാത്രം വളർന്ന് വികസിച്ചതായ ഈ ഒരു സംഘടന, അതിനെ നശിപ്പിക്കാൻ വേണ്ടി ആരും ശ്രമിക്കണ്ട. അതിനെ കുത്താനും അതിനെ പരാജയപ്പെടുത്താനും വേണ്ടി ആരും ശ്രമിക്കണ്ട. കാരണം എന്നും മഹാന്മാരാവുന്നതായ മശായിഖുകൾ ഈ സംഘടനയെ അവർ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഈ 100 കൊല്ലം അവർ സംരക്ഷിച്ചല്ലോ. ഈ സംഘടനയ്ക്കൊരു പോർവേൽക്കാതെ 100 കൊല്ലാണ് അവർ സംരക്ഷിച്ചു പോകുന്നത്. അപ്പം അതിന് ഇനിയൊരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ല. അത് വളരെ ശുദ്ധീകരിക്കപ്പെട്ട സംഘടനയായിക്കൊണ്ട് നിൽക്കുകയാണ്. അതിന് വല്ല ശുദ്ധീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഏതെങ്കിലും കമ്പനികളായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് അവരുമായിട്ട് നമുക്കൊരു എഗ്രിമെൻ്റൊക്കെ എഴുതി നിങ്ങൾ വന്ന് ശുദ്ധീകരിക്കണം എന്ന് പറയാം. അപ്പോൾ ശുദ്ധീകരിക്കാൻ പറ്റുന്നതായ അതിൻ്റെ തൊഴിലാളികളൊക്കെ പല കമ്പനികളുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായി. അങ്ങനെയുള്ള ഓരോ കമ്പനിയും അവരുദ്ദേശിക്കുന്നതായ അവരുടെ ആ മേഖലയിൽ പിന്നെ ജോലി ഇല്ലാതെയാവുമ്പോൾ അതിന് പരസ്യം ചെയ്യും. അങ്ങനെ പരസ്യം ചെയ്ത പല പരസ്യങ്ങളും നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഇപ്പോൾ സമസ്തയിൽ ശുദ്ധീകരണം നടത്താൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് ആ ശുദ്ധീകരണം നടത്താം, അപ്പോൾ വരണ്ട, ഇപ്പോൾ ഇതിൻ്റെ എല്ലാ നിലക്കും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ശുദ്ധീകരിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വിളിക്കും, നിങ്ങൾക്ക് വേണ്ടതായ അതിന് കരാറൊക്കെ നമ്മളോട് ഒപ്പിടാം. ആ കരാറനുസരിച്ച് ജോലി ചെയ്താൽ അതിൻ്റെ പണമൊക്കെ തന്ന് വിടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വീമ്പുകളൊന്നും ആരും പറയണ്ട. ഇത് ഇങ്ങനെ തന്നെ ഈ നിലക്ക് ഇതിനൊരു നിലക്ക് പോർവില്ലാത്ത നിലക്ക് മഹാന്മാരുടെ ആ ആശയ ആദർശങ്ങളൊക്കെ പൂർണ്ണമായി പിന്തുടർന്നുകൊണ്ടിട്ട് അവർക്കുള്ളതായ ആ കുരുത്തത്തിലും പൊരുത്തത്തിലൊക്കെ ആയിക്കൊണ്ടിട്ട് കാലികമായി ഉണ്ടാവണതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാൻ ആരും വേണ്ട. ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് തന്നെയാണ് നമ്മൾ പലതും പഠിച്ചിരിക്കുന്നത്. നമ്മളെ വിദ്യാഭ്യാസ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ശക്തമായ ഒരു വിദ്യാഭ്യാസ ബോർഡുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പല വിദ്യാഭ്യാസ പദ്ധതികളുണ്ട്. അതൊക്കെ കാലികമായി ശ്രദ്ധിക്കേണ്ട സംഗതികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളും പയഞ്ചന്മാരൊന്നും അല്ല അത്രമാത്രം. അഞ്ചിപ്പോൾ ഇസ്ലാമിൽ നമ്മൾ പയഞ്ചന്മാരാണെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ, അങ്ങനെയുള്ള നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ പയഞ്ചന്മാരാണ്. നമ്മളെ കർമ്മങ്ങളിൽ നമ്മൾ ഇതിനൊന്നും യാതൊരു നിലക്കുള്ളതായ ഭേദഗതിക്കും നമ്മൾ ഒരാളെയും വിടൂല, യാതൊരു സംശയമില്ല, അതിനെ അനുവദിക്കില്ല. അപ്പോൾ അതിലൊക്കെ നമ്മൾ ആ പഞ്ചത്തെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബത്തിൽ നിന്ന് താബിഈങ്ങൾ തുടങ്ങി നമ്മുടെ മഹാന്മാരാവുന്ന മശായിഖ്, അങ്ങനെ ഇൽമിനെ സംബന്ധിച്ച് അങ്ങനെയല്ലേ പറഞ്ഞത്. ഈ ഇൽമ് എന്നുള്ളത് അത് ദീനാണ്, നിൻ്റെ ദീനാണ്. ഇൽമിനെ നീ അഖ്ദ് ചെയ്യേണ്ടത് ഖുദൂ അമ്മൻ തഖുദൂന ദീനക്കും. ആരിൽ നിന്നാണ് നീ ഇൽമിനെ പഠിക്കണമെന്ന് ശ്രദ്ധിച്ച് വേണം പഠിക്കണം. കാരണം ഇൽമിനെ പഠിപ്പിക്കുന്ന ആളുകളോടുള്ള നിർദ്ദേശം എന്താ? ആ ഇൽമിനെ നിങ്ങൾ അതിന് അവകാശപ്പെട്ടവർക്കേ നൽകപ്പെടാൻ പറ്റും. അവകാശപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾ അതിനെ സമ്പാദിക്കാൻ പാടുള്ളൂ. ഇത് അയിമ്മത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു അടിസ്ഥാനമാണത്. ഇൽമിനെ ആർക്കെങ്കിലും ഇൽമിനെ വലാ തദഉഹാ ഫീ ഗൈരി മൗദിഇഹി വലാ തദഉഹു ഫീ ഗൈരി മൗദിഇഹി. ആ ഇൽമിനെ അതിനെ കൊണ്ടുവെക്കേണ്ട സ്ഥലത്തല്ലാത്തോടത്ത് കൊണ്ടുവെക്കാൻ പോകുകയാണ്. അതിന് നീ അഖ്ദ് ചെയ്യരുത് അതിൻ്റെ അഹ്ലുകാരിൽ നിന്നല്ലാതെ. അതാണ് പഴയ കാലത്തൊക്കെ നമ്മൾ ഓതാൻ പോകുമ്പോഴും നമ്മൾ കിതാബ് പഠിക്കുമ്പോഴും മസ്അലകൾ പഠിക്കുമ്പോഴും ഓരോ കിതാബിലുള്ള പല സംശയങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ ആദ്യമായിട്ട് അത് പറഞ്ഞു തരുന്ന ആളെ പറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമുക്ക് അയാളെ അടുത്ത് കിതാബ് ഓതാൻ പറ്റുമോ, അയാൾ അതിന് അർഹനാണോ, അയാൾ എല്ലാ ഫന്നിലും മുഹഖിഖാണോ, അല്ലെങ്കിൽ അയാളിൽ നിന്ന് അയാൾക്ക് തഫീമിനുള്ള കഴിവുണ്ടോ, അയാളെ മറ്റുള്ളതായ ശുദ്ധികൾ ഗുണനിലവാരങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് നമ്മളൊക്കെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് കിതാബ് ഓതാൻ പോകുന്നത്. പൂർണ്ണമായി അദ്ദേഹത്തെ നമ്മൾ അനുസരിക്കണം. ആ അനുസരിക്കാൻ പറ്റുന്ന ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതല്ലേ വേണ്ടത്.
അപ്പം അങ്ങനത്തെ ആളുകൾ, അതാണ് ആ ഇൽമിനി ആരിൽ ഹുദു അമ്മന്തോ അവന്തുറു അമ്മന്തോ ഹുദൂന ദീനക്കും. നിങ്ങൾ ദീനിനെ ആരിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കാരണം ഈ ഇൽമ് എന്നുള്ളത് അത് ദീനാണ്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ മഹാന്മാരാവുന്ന അയിമ്മത്തുകൾ മശായിഖന്മാർ നമ്മൾ അസാധ്യത അവർ മുഖേന നമുക്ക് കിട്ടിയതായ ഈ ആശയാദർശങ്ങളാണ്. ഈ ആശയങ്ങളും ഈ വിശ്വാസങ്ങളും ഈ കർമ്മങ്ങളൊക്കെ മുസ്ലിം ലോകം അവിടെ ചെയ്തുകൊണ്ട് വരുന്നത്. ഒമാസുൽ മുസ്ലിമൂന ഫൗഇൻദല്ലാഹി അസ്ലുന്ന, മുസ്ലിമീങ്ങൾ നല്ലതായി കാണുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് നല്ലതായിട്ട്. അതുകൊണ്ടാണ് ഒമയ്യത്തബിയ വൈറസബീരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഈ വഴി അത് വളരെ വിശുദ്ധമായ വഴിയാണ്. ആ വഴിയാണ് മുസ്തഖീമായ വഴി. ഒമാസുൽ മുസ്ലിമൂൻ ഫൗഇൻദല്ലാഹി അസ്ലുന്ന. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തന്നെ ഒമയ്യുശാഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ വയത്തബിയ വൈറസബീരിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ വഴിയല്ലാത്ത വഴിയിലേക്ക് പോവാം. അതാണ് ഫാത്തിഹയിൽ നമ്മളൊക്കെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞു. മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ ചേർത്തിക്കൊണ്ട് തമ്പുരാൻ. പിന്നെ എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞു? മുസ്തഖീമായ വഴി എന്ന് പറഞ്ഞാൽ ഏതാന്നുള്ളത് വിവരിച്ചു തരാൻ വേണ്ടിയാണ്. നീ നിഅമത്ത് ചെയ്ത മഹാന്മാരാവുന്ന ആളുകൾക്കുള്ള വഴി, അംബിയാവ് ഔലിയാവ് സാലിഹീങ്ങൾക്കുള്ള വഴി. അതാണ് മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറഞ്ഞു, തഅ്കീദു വ തൻസീസു അലാ അന്ന ത്വരീഖൽ മുസ്ലിമീൻ വൽ മശ്ഹൂദു അലൈഹി ബിൽ ഇസ്തിഖാമ. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞതിന് ശേഷം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയാൻ കാരണം തഅ്കീദു, അത് ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ്. വത്തൻസിസു, സ്പഷ്ടമാക്കി പറയുകയുമാണ്. അലാ അന്ന ത്വരീഖൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കുള്ള വഴിയുണ്ടല്ലോ, വൽ മശ്ഹൂദു അലൈഹി ബിൽ ഇസ്തിഖാമ, അതാണ് മുസ്തഖീമായ വഴി. അപ്പം അതുകൊണ്ട് മുസ്ലിം ലോകം ഏതെങ്കിലും മുസ്ലിം ലോകം നല്ലതോ, ആ മുസ്ലിമീങ്ങളെന്ന, അതായത് ഖൈറുൽ ഖുറൂൻ വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലുള്ള മുസ്ലിം ലോകം, അവർ നടന്നു പോകുന്നതായ ആ വഴിയിൽ കൂടിയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ നടന്നു പോരുന്നത് ബഹുഭൂരിപക്ഷം. ആ വഴി അത് വളരെ പരമ്പരാഗതമായി വിശുദ്ധമായ പരമ്പരയിൽ കൂടിയാണ് നമുക്ക് ലഭിക്കപ്പെട്ടുള്ളത്. ഏതെങ്കിലും പരമ്പരയിൽ കൂടിയല്ല, വളരെ വിശുദ്ധമായ പരമ്പരയിൽ കൂടി. അതിൻ്റെ ഒരു തുടർച്ചയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുക, ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ഭാഗമാക്കുക. ഇതിൻ്റെ എതിരിൽ പല ശബ്ദങ്ങളും പല ഭാഗത്തും നമ്മൾ കേൾക്കും. അതൊക്കെ അത് അർഹിക്കണതായ അവജ്ഞയോടുകൂടി തള്ളിക്കളയുക. ഇതിൻ്റെ 100ാം വാർഷികത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ഇത് ദീനിൻ്റെ സംഘടനയാണ്, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ സ്ഥാപിച്ച സംഘടനയാണ്. വളരെയധികം അവരുടെ പ്രത്യേകമാവുന്ന നോട്ടും അവരുടെ ആ മദതും ഒക്കെ ഈ സംഘടനയുടെ മേലുണ്ട്. അവരിതിനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ആരിതിനെ പൊളിക്കാൻ വന്നാലും ഞങ്ങളതിനെ പൊളിക്കാൻ സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത്.